ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുടെ ചോദ്യത്തിനനുസരിച്ചും അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ സ്നേഹാദരങ്ങളോടെ ആദരവോടെ അദ്ദേഹത്തിനെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ഏറെ പ്രിയങ്കരനായ ഡെന്നിസ് ജോയ് സർ, ഞാൻ കൊല്ലത്ത് നിന്നാണ് എഴുത്തെഴുതുന്നത്. ഇവിടെ പോളയത്തോടിൽ 14 സെൻറ്റ് സ്ഥലത്ത് വീട് പണിത് ഞാൻ താമസമായി. എനിക്ക് സാമ്പത്തികമായ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ 2 മക്കളുടെയും വിവാഹം ഇതുവരെ നടക്കുന്നില്ല എന്നുള്ളതാണ് എന്നെ കുഴയ്ക്കുന്ന പ്രശ്നം. കൂടാതെ അവർ അർഹിക്കുന്ന തരത്തിലുള്ള ജോലിയും കിട്ടുന്നില്ല. 2 പേരും ഹൈലി ക്വാളിഫൈഡ് ആണ്. പലരും വീടിൻ്റെ പ്രശ്നമാണ് ഇതെന്ന് പറയുന്നുണ്ട്. സാറിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ സാർ വന്നിരുന്നു. എൻ്റെ ഈ പ്രശ്നത്തിനും സാർ സഹായിക്കണം. എല്ലാവിധ വിശദാംശങ്ങളും ഇതോടൊപ്പം വയ്ക്കുന്നു എന്ന് PK കണാരൻ, കൊല്ലം. ഈ ഒരു സ്ഥലം നമ്മൾ എടുക്കുമ്പം തന്നെ ഇതിനകത്ത് 8 കോണോട് കൂടിയ ഉള്ള ഒരു ഭൂമിയാണ് ഇദ്ദേഹം ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത്. കാരണം നമ്മൾ എല്ലാ എപ്പിസോഡിലും നമ്മൾ പറയുന്നതാണ്, നമുക്കൊരു വീട് എടുക്കുമ്പോൾ നമുക്കൊരു ചതുരം വരയ്ക്കണം, അല്ലെങ്കിൽ ഒരു സമയത്തിന് വരയ്ക്കണം. അതിന് 4 മൂലകൾ മാത്രമേ പാടുള്ളൂ. ഏങ്കോണിപ്പ് പാടില്ല, അല്ലെങ്കിൽ എഡ്ജുകൾ കട്ട് ചെയ്ത് പോകാൻ പാടില്ല എന്നൊക്കെ എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഇതിനകത്ത് ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇത് 8 കോണോടുള്ള ഭൂമിയാണ്. അപ്പോൾ 8 കോണുള്ള ഭൂമിയോ 7 കോണുള്ള ഭൂമിയോ ആണെങ്കിലും അതിനകത്ത് നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പം നമ്മുടെ എല്ലാ സന്തോഷങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളെയും അത് നശിപ്പിക്കുമെന്ന് പറയും. ഇവർക്ക് ശരിക്കും ഈ വീട് വെക്കുന്നതിന് മുമ്പ് ഇതൊന്ന് സ്ക്വയർ ചെയ്ത് എടുത്തിട്ട് ഇതിനകത്ത് വീട് വെക്കുകയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇതിനകത്ത് വരികയില്ലായിരുന്നു. അപ്പോൾ ഇവരുടെ വിവാഹത്തിൻ്റെ തടസ്സമാണ് ഇവരെപ്പോഴും ഇതിനകത്ത് പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ ഒരു വസ്തുവിൻ്റെ കന്നിമൂലയുടെ പോർഷനും ഇല്ല, വീടിൻ്റെ കന്നിമൂല പോർഷനും ഇല്ല. കാരണം വസ്തുവിന് കന്നിമൂല പോർഷൻ ഇല്ലെന്നുണ്ടെങ്കിലും അതിൻ്റെ കന്നിമൂല ഇല്ലാത്ത അവസ്ഥയാണ്. വീടിന് കന്നിമൂല ഇല്ലെങ്കിലും അതിനില്ലാത്ത അവസ്ഥയിലേക്ക് അവർ. കാരണം വെച്ചാൽ അപ്പോൾ അതിൻ്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാരുടെ കല്യാണത്തിന് ഡിലേ വരാം, സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടാവാം. സ്ത്രീകളെയാണ് കന്നിമൂല ഭാഗത്ത് വരുന്ന എല്ലാ കംപ്ലൈൻറ്റുകളും ബാധിക്കുക. അപ്പോൾ ഈ കന്നിമൂലയുടെ പോർഷന് വേണ്ടുന്ന പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യിപ്പിക്കണം. ഒന്ന് വസ്തുവിൻ്റെ ആണെന്നുണ്ടെങ്കിലും വീടിൻ്റെ ആണെന്നുണ്ടെങ്കിലും. അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഇവരുടെ കല്യാണത്തിൻ്റെ തടസ്സം വന്നിരിക്കുന്നത്. അതുപോലെ മൂന്നാമത്തെ ഒരു വിഷയം, ഇതിൻ്റെ ചുറ്റളവ് എടുക്കുന്നത് 110 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ഇത് യൗവനത്തിലേക്ക് വരികയുള്ളൂ. കാരണം ഇപ്പോൾ നമുക്ക് വരുന്ന പല പ്ലാനുകളിലും ചുറ്റളവ് പലതും തെറ്റാണ്. കാരണം വെച്ചാൽ നമ്മളൊരു ചുറ്റളവ് ഒരുപാട് നമ്മൾ കൂട്ടുക എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഒരുപാട് കൂട്ടുമ്പോൾ നമ്മുടെ വീടിൻ്റെ സ്ഥാനങ്ങളൊക്കെ മാറിപ്പോകും. കാരണം വെച്ചാൽ ഇപ്പോൾ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ തെക്കിഴക്ക് ഭാഗത്തായിട്ടോ നമ്മൾ കിച്ചണൊക്കെ വെച്ചിരിക്കുന്ന വീടുകളാണ്. അപ്പോൾ അവിടുന്ന് നമ്മളൊരു 110 സെൻറ്റിമീറ്റർ മുന്നോട്ടൊക്കെ ഇറക്കി കഴിയുമ്പോൾ കിച്ചൺ ഒരുപാട് പുറകിലേക്ക് നീങ്ങിപ്പോകുന്ന അവസ്ഥകൾ വരാം. അപ്പം ശരിക്കും നിങ്ങൾ ഇതിൻ്റെ ഒരു 110 സെൻറ്റിമീറ്റർ കൂടി ഇനി എന്തെങ്കിലും നിങ്ങൾ ആൾട്രേഷൻ ചെയ്യുമ്പോൾ ഇത് കൂട്ടിയെടുക്കണം. അല്ലെങ്കിൽ ഒരു ബേസിക് ഫൗണ്ടേഷൻ മാത്രം കൊടുത്താൽ മതി. കാരണം വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കാരണം വെച്ചാൽ നാലാമത്തെ ഒരു വിഷയം വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഡോറിന് നേരെയായിട്ടൊരു കിണർ വരുന്നുണ്ട്. കാരണം മെയിൻ ഡോറിൻ്റെ നേരെ കിണർ വന്നു കഴിഞ്ഞാൽ അത് ശൂലമുണ്ടാക്കുന്നതാണ്. അത് തന്നല്ല, ഇതിനകത്ത് താമസിക്കുമ്പോൾ അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് തന്നല്ല, നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും അത് ദോഷമാണ്. കാരണം അസുഖങ്ങളാണ് അത് മാക്സിമം നമ്മളെ പിടികൂടുക. അപ്പം ഈ കിണർ ഇനിയിപ്പം മാറ്റാനോ ഒന്നും നമുക്ക് പറ്റുന്നൊരു അവസ്ഥയിലല്ല. കാരണം സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ ഒന്നുകിൽ ഇവർ ഈ കിണർ വീടുമായിട്ട് കാണാത്ത രീതിയിൽ ഒന്നുകിൽ ഒരു കർട്ടനോ എന്തെങ്കിലും കൊണ്ടത് മറയ്ക്കുക. അതുപോലെ ഇവർ കിടക്കുന്ന മുറിയുടെ വിവാഹത്തിൻ്റെ ഒരു പോർഷനുണ്ട്. ഇത് ശരിക്കും ഫെങ്ഷുയിലുള്ളതാണ്. കാരണം വെച്ചാൽ ഇപ്പം ഒരു വീടെടുത്താലും മുറിയെടുത്താലും അതിനകത്ത് തൊഴിലിൻ്റെ പോർഷനുണ്ട്, ദാമ്പത്യത്തിൻ്റെ ഭാഗമുണ്ട്, കുട്ടികളുടെ പോർഷനുണ്ട്, വിവാഹത്തിൻ്റെ പോർഷനുണ്ട്, അതുപോലെ പ്രശസ്തിയുടെ, ഇങ്ങനെ ഒരു 8 മൂലകളായിട്ടാണ് നമ്മൾ തിരിക്കുക. അപ്പോൾ അതിൻ്റെ ഓരോ ദിക്കിനെയും നമുക്ക് പഞ്ചഭൂതങ്ങൾ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ എനർജൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ കുട്ടി കിടക്കുന്ന വിവാഹത്തിൻ്റെ ഭാഗം ആ മുറിയിൽ എനർജൈസ് ചെയ്യുവാണെങ്കിൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സം വളരെ പെട്ടെന്ന് മാറി കിട്ടുകയും ചെയ്യും. ഒരു മാക്സിമം ഒരു 6 മാസത്തിനകം അദ്ദേഹത്തിൻ്റെ കല്യാണത്തിനുള്ള തടസ്സം മാറി കല്യാണം നടക്കുകയും ചെയ്യും. അതുപോലെ മെയിൻ ഡോറിൽ കിണർ വരുന്ന ഭാഗം മെയിൻ ഡോറാണ്. അപ്പോൾ അവിടെ പക്വ മിറർ എന്ന് പറഞ്ഞിട്ട് വാസ്തുവിൻ്റെ എലമെൻറ്റ് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ കിണറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ദോഷങ്ങൾ മാറി കിട്ടുകയും ചെയ്യും. അതുപോലെ കന്നിമൂല പോർഷൻ ഇവർ സ്ക്വയർ ചെയ്തെടുക്കണം. അതുപോലെ 8 മൂലകളുള്ള ഈ വസ്തുവിനെ ഒരു ചതുരമോ സമയോദരമോ ആക്കി ഇവർ തിരിക്കണം. കാരണം വെച്ചാൽ അതിന് 4 മൂലകൾ മാത്രമേ ആകാവൂ. പക്ഷേ ഇവരിത് ചെയ്യുമ്പോൾ
അടുത്തുള്ള ഏതെങ്കിലും ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച ശേഷം ഇതിൻ്റെ ഈ മുട്ടതിരുകളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക. കാരണം ഈ കോണിപ്പുകൾ ക്ലിയർ ചെയ്തെടുക്കുക. ഞാൻ ഇപ്പം ഈ പ്ലാൻ മാത്രം കണ്ട് ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അളവുകൾ തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ അടുത്തുള്ളൊരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ചിട്ട് ഇവരൊരു വാസ്തു മണ്ഡലം ഇവർ തിരിക്കുക. അപ്പോൾ ഈ കോണിപ്പുകളെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഒരു കുറച്ചുകൂടി ഇവർക്ക് ബെറ്ററായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം ഒരുക്കി കിട്ടുകയും ചെയ്യും. വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവരുടെ ജാതകവുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു ടൈമിലൊക്കെ ഇവരുടെ വിവാഹം നടന്നു പോകേണ്ട ഒരു സമയമാണ്. കാരണം ഇപ്പം വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ലേറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ദോഷങ്ങൾ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുക. ഇപ്പോൾ ചില വീടുകൾ പറയാറുണ്ടല്ലോ, കല്യാണം നടക്കണമെങ്കിൽ തൽക്കാലത്തേക്ക് വാടകയ്ക്കെങ്കിലും വീടെടുത്ത് മാറുക, ആ വീട്ടിൽ നിന്ന് മാറുക, കല്യാണം നടക്കുമെന്ന് പറയാറുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് അവർ വാടക വീട്ടിലേക്ക് മാറുകയും അങ്ങനെ കല്യാണം ചെയ്യുന്നത് കൂട്ടിക്കും. അത് കഴിഞ്ഞ് തിരികെ വീണ്ടും സ്വന്തം വീട്ടിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ഒരാശങ്ക ഉണ്ടാവില്ലേ, കല്യാണം നടക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തോ ഒരു കുഴപ്പമുള്ള വീടാണ് എന്ന്? അങ്ങനെയാണെങ്കിൽ കല്യാണത്തിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണോ? അത് ചിലപ്പോൾ ഒരു പക്ഷേ ആ അപാകത തിരുത്താൻ പറ്റാത്തതുകൊണ്ടാണല്ലോ തൽക്കാലം വീടെടുത്ത് മാറുക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അപാകത ഉള്ള വീട്ടിൽ എങ്ങനെയാണ് തുടർന്ന് ജീവിക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല? അതോ വിവാഹമായി ബന്ധപ്പെട്ട് മാത്രമാണോ ആ പ്രശ്നം ഉണ്ടാകും? അല്ല, ഇതിനകത്ത് വാസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വാസ്തുവിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് പ്ലാൻ നോക്കുമ്പോഴോ അല്ലെങ്കിൽ വീട് നോക്കുമ്പോഴോ നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. ആ ഒരു പ്രശ്നം നമ്മൾ എന്താണ് അതിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പ്രതിവിധി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. പിന്നീട് ഒരിക്കലും ആ സാധനം നമുക്ക് തിരിച്ചു വരികയില്ല. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം, ചില വീടുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഇത് തന്നെ ഇവരുടെ കല്യാണത്തിൻ്റെ വിഷയം, ഇവർ ചിലപ്പോൾ ജാതകത്തിൻ്റെ വിഷയമാണെന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ഇവർക്ക് ജാതക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളല്ല. ശരിക്കും ആ വീടിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആ വീട്ടിൽ വിവാഹത്തിൻ്റെ കോർണർ ഇല്ല. കാരണം കല്യാണം എത്ര ആലോചിച്ചാലും നടക്കില്ല. ഇനി അഥവാ ഏതെങ്കിലും രീതിയിലുള്ള കല്യാണം വന്നാലും ഇവർക്ക് യോജിച്ച് പോകാൻ പറ്റുന്ന ഒരു കല്യാണമായിരിക്കില്ല. ചിലപ്പോൾ ഇത് കല്യാണം നടന്നു, ചിലപ്പോൾ അതിൽ താമസിക്കുക, ചിലപ്പോൾ ഡൈവേഴ്സ് ആയിപ്പോൾ ഈ സാധ്യതകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഒരു വീടെടുത്താലും ഇപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ പലരും വന്ന് അവർക്ക് ഓരോ പ്രശ്നങ്ങളാണ് പറയുക. കാരണം ഞങ്ങൾക്ക് ഇതുപോലെ ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ട് ബിസിനസ്സിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നില്ല. അപ്പോൾ അവരോട് നമുക്കൊരിക്കലും അവരുടെ സമയമോശമാണ്, അല്ലെങ്കിൽ അവർക്ക് ഇന്ന സമയത്ത് ഇതുപോലെയാണ് എന്നൊന്നും നമുക്ക് പറഞ്ഞൊരിക്കലും വിടാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്ന ഈ സമയമോശ സമയത്ത് ഇവർക്ക് എങ്ങനെ ഇവരെ രക്ഷപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ആലോചിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവർക്ക് ഈ ഒരു ഭാഗം കെട്ടിത്തിരിക്കാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫെങ്ഷുയി പ്രകാരം ഇതിനകത്ത് നമുക്ക് റീഅറേഞ്ച്മെൻറ്റ് എടുക്കാൻ പറ്റും. ഫെങ്ഷുയുടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പം നമ്മൾ ഇതിനകത്ത് നമ്മൾ അതിൻ്റെ പഞ്ചഭൂതങ്ങളെ അപ്ലൈ ചെയ്യുന്നു അന്നേരം തൊട്ട് അവർക്ക് അതിൻ്റെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യും. ഇതൊരു ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെ ഒരു 1%, 2%, 3% ഒരു 20-25 ദിവസം കൊണ്ട് ഫുൾ ചാർജ് ആവും. അപ്പോഴും ഇവർക്ക് അതിൻ്റെ ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ചില വീടുകൾ എടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല അവരെ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് അവർക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടാവാം ചിലപ്പോൾ വേറെ വീടുകളിലേക്ക് പോകൂ എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വിവാഹത്തിൻ്റെ ഭാഗം കംപ്ലൈൻ്റ് ആയിട്ടുള്ളൊരു വീട്ടിൽ ചിലപ്പം ദാമ്പത്യത്തിൻ്റെ ഭാഗം കംപ്ലൈൻ്റ് ആണോ എന്ന് നോക്കണം. കാരണം വിവാഹത്തിൻ്റെ കംപ്ലൈൻറ്റേ ഉള്ളൂ എങ്കിൽ ചിലപ്പോൾ വീട് മാറി താമസിക്കുമ്പോൾ ചിലപ്പോൾ അത് മാറി. പക്ഷേ ദാമ്പത്യത്തിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈ വീട്ടിലോട്ട് വന്ന് താമസിക്കുമ്പോൾ അവർ തമ്മിൽ വഴക്കും ബഹളങ്ങളും ഒക്കെ ഉണ്ടാവാം. പിന്നെ ജാതകത്തിൽ ചെറിയ വിഷയം എന്തെങ്കിലും ചെറിയ പാപദോഷങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡൈവേഴ്സ് പോലത്തെ വിഷയങ്ങളിലേക്ക് അത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വാസ്തു നോക്കുമ്പം ഈ പറഞ്ഞ പോലെ ദാമ്പത്യമായാലും തൊഴിലായാലും പ്രശസ്തിയുടെ ഭാഗമായാലും നമ്മുടെ കുട്ടികളുടെ പോർഷനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യമാണ് എന്ന് ഉറപ്പ് വരുത്തുക. കാരണം വെച്ചാൽ വാസ്തുവിൻ്റെ എപ്പോഴും നമുക്ക് ഒരിക്കലും പൊളിച്ച് പണിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും നമുക്കതൊരു ചെമ്പ് കമ്പിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ഒക്കെ വെച്ച് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അകത്ത് പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും. വാസ്തുപ്രകാരമാണെങ്കിൽ പോലും നമുക്ക് കെട്ടിത്തിരിച്ചൊക്കെ നമുക്ക് ഇതിൻ്റെ ഭൂമിക്ക് അടിയിലുള്ള ബേസിക് ഫൗണ്ടേഷൻ മാത്രം മതി. നമുക്ക് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറി കിട്ടും. അപ്പം പക്ഷേ ഈ ഒരു വിഷയം മാറില്ല എന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. എപ്പോൾ ചെയ്യുന്നു അന്നേരം തൊട്ട് ആ വിഷയം പൂർണ്ണമായിട്ട് മാറി കിട്ടുകയും ചെയ്യും. അവർക്ക് അതിൻ്റെ ചേഞ്ച് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതിയറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം.
അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ. അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.